ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ദിവസം പെട്ടെന്ന് കയറി വന്നിട്ട് യാതൊരു സ്നേഹവും ഇല്ലാതെ ശാസിക്കാൻ തുടങ്ങിയ അത് കേട്ട് നിൽക്കാൻ ഞാൻ തയ്യാറല്ല. രാജുവിന്റെ നെഞ്ചിനുള്ളിലെ കരിങ്കല്ലാണോ അതോ ഹൃദയമാണോ? ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, ഹൃദയം തന്നെയാ, നോ ഡൗട്ട്. കളിയാക്കല്ലേ മനുഷ്യന് വെറുതെ. ഹാർട്ട് ഉണ്ടെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. രാജുവിന് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? എനിക്ക് എന്ത് ഫീലിങ്സാ ഇല്ലാത്തത് മാഡം? എന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ. പെൺകുട്ടികൾ ഇങ്ങനെ അപമാനിക്കരുത്. അയ്യോ മാഡം, പ്രണയം എന്ന വികാരത്തെ കുറിച്ച് രാജുവിന് എന്തെങ്കിലും അറിയോ? പ്രണയോ? അതെന്തോന്നാ? തേങ്ങ അല്ലെങ്കിൽ മാങ്ങ. അതിലും മാഡം എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? ഐ ഡോണ്ട് നോ അബൌട്ട് ലവ്. മാഡം പ്ലീസ് ടെൽ മീ സംതിങ്. പ്രേമത്തെ കുറിച്ച് ഇനി ഞാൻ ക്ലാസ് എടുക്കണോ? മണ്ടൻ, ലവിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. രാജു, അത് നോക്ക്. അതെന്താ? അത് ഒരു പൂവല്ലേ? അതെ, ആ പൂച്ചെടിയും പ്രകൃതിയും തമ്മിലുള്ള പ്രണയമാണ് ആ പൂവ്. മനസ്സിലായോ? മാഡം ആ പൂവില് നോക്കിയിരുന്ന് പ്രണയ സ്വപ്നം കാണാം. ഞാൻ വീട്ടിൽ പോന്നു. അത് എന്റെ ജീവിത സ്വപ്നം കേട്ടോ. ഭദ്രേ, എന്തോ? തമ്പുരാട്ടി എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിക്കാതെ നീ വിളി കേൾക്കൂ? അത് ശരിയാണല്ലോ. അല്ല, തമ്പുരാട്ടി എന്തിനാ എന്നെ വിളിച്ചേ? ഭദ്രേ, ഓ, ആ കുട്ടിയെ കൊണ്ട് വിളിച്ചോണ്ട് വരൂ. ഏതു കുട്ടി? ഋതികേ. ആ കുട്ടി ഇവിടുത്തെ കൊച്ചുമോളല്ലേ? ചോദ്യം വേണ്ട, അനുസരിച്ചാ മാത്രം മതി. ഓ, കുട്ടി. കുട്ടി, ഞാൻ കുട്ടിയും ചട്ടിയൊന്നുമല്ല. അയ്യോ, കിളവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി കേട്ടോ. കണ്ടിട്ടേ ഒരു പാവക്കുട്ടിയെ പോലുണ്ട് കേട്ടോ. എനിക്കൊരു പേരുണ്ട്. പേരും പേരയ്ക്കും ഒന്നും ഞങ്ങള് രാജാക്കന്മാരെ തിരക്കാറില്ല. കുട്ടിയെ തമ്പുരാട്ടി വിളിക്കുന്നു. തമ്പുരാട്ടിയോ? അങ്ങനെ ഒരു ജീവിയുണ്ടോ? ദേ, തെറിക്കുത്തരം മുറിപ്പത്തലെന്നാ. തമ്പുരാട്ടി അവിടെ കാത്തു നിൽക്കുക. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട്. എന്നെ വിളിച്ചോ? വിളിച്ചാ മാത്രമേ നീ വരുമല്ലേ? വിളിക്കാതെ വന്നാ ഗെറ്റൗട്ട് അടിക്കൊന്ന് കേട്ടു. അങ്ങനെ പലതും ഉണ്ടാവും, അതൊക്കെ പുറകെ അറിയും. എന്നാ വിളിപ്പിച്ച കാര്യം പറയൂ. ഏതാ ചെക്കൻ? ഏത് ചെക്കൻ? നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ആരാണെന്നാ ചോദിച്ചത്. അത് രാജു. നേരത്തെ പരിചയപ്പെടുത്തിയതാണല്ലോ. ആ രാശു ആരാണെന്നാ തമ്പുരാട്ടി ചോദിച്ചത്. രാശു അല്ല, രാജു. രാജു അച്ഛന്റെ PA, പേഴ്സണൽ അസിസ്റ്റന്റ്. അച്ഛന്റെ പിയോടൊക്കെ നീ സംസാരിക്കുന്ന എന്തിനാ? ചോദിച്ചത് കേട്ടില്ലേ? അവനോടൊക്കെ ഇത്രക്കൊക്കെ ഇടപഴകുന്നത് എന്തിനാന്ന്? രാജു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഈ വീട്ടില് ഞാൻ ഒറ്റപ്പെട്ട ജീവിക്കുന്ന ഏതാണ്ട് ഒരു ഓർഫനെ പോലെ.
എന്നോട് സ്നേഹത്തോടെ പെരുമാറാനും എനിക്കെന്തെങ്കിലും പ്രോബ്ലംസ് വന്ന സപ്പോർട്ട് ചെയ്യാനും എനിക്കെന്തെങ്കിലും സങ്കടങ്ങൾ വന്ന സമാധാനിപ്പിക്കാനും രാജു മാത്രമേ ഉള്ളൂ. അത് ശരി, ചുറ്റിക്കളി കൂട്ടുകാരനാണല്ലേ. രാജു എന്റെ ഒരു നല്ല സുഹൃത്ത് മാത്രം. സുഹൃത്തൊക്കെ നല്ലത് തന്നെ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാ? എന്റെ ശിവനെ, ചോദിച്ച ചോദ്യം കേട്ടാ. ഞാൻ ശിവനോടും ഗോപിയോടും നല്ല ചോദിച്ചത്, എനിക്കെന്താ വലിയ തമ്പുരാട്ടിയോടാ. ഞാൻ നിന്റെ ആരാന്ന് നിനക്കറിയില്ലേ? ചിലരൊക്കെ പറഞ്ഞു എന്റെ അമ്മമ്മയാണെന്ന്, പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്റെ അമ്മമ്മയാണെങ്കിൽ ഞാനിവരുടെ കൊച്ചുമകളായിരിക്കുമല്ലോ. ഒരു പേരക്കുട്ടിയോടുള്ള സ്നേഹോ വാത്സല്യോ ഒന്നും ഈ അമ്മമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തിന്? സ്നേഹമുള്ള ഒരു നോട്ടം പോലും. അമ്മമ്മ വന്നപ്പോ ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. ധിക്കാരം പറയുന്നോടി. കാര്യം തുറന്നു പറഞ്ഞ അത് ധിക്കാരാവോ? എനിക്ക് ഇത്രയും വയസ്സുണ്ട്, ഞാൻ ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങനൊരമ്മമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് കയറി വന്നിട്ട് യാതൊരു സ്നേഹവും ഇല്ലാതെ ശാസിക്കാൻ തുടങ്ങിയ അത് കേട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. എന്താ നീ പറഞ്ഞത്? ഈ നിൽക്കുന്ന ആരാ നിനക്കറിയോ? അമ്മ ക്ഷമിക്കണം. അവൾക്ക് വേണ്ടി ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. അതിന് പ്രതാപൻ എന്തിനു മാപ്പ് ചോദിക്കുന്നു? അവൾ അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവളുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം അതാണല്ലോ. അവളുടെ ചോദ്യങ്ങളിൽ കുറെ ന്യായങ്ങളുണ്ട്. അതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടിത്തെറികൾ എന്തായിരിക്കും? പ്രതാപൻ അതൊന്ന് സങ്കല്പിക്കാൻ കഴിയോ?